വ്യാഴാഴ്ച വൈകുന്നേരം ഇന്ത്യൻ സമയം ഏകദേശം ഒരു 4:30 പേടകം ഡോക്ക് ചെയ്യുമെന്നുള്ള സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് അവർക്ക് എത്താനായി സാധിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് നിൽക്കുന്ന കടമ്പകൾ? ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഇനി അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടോ? തിരികെ എത്തുന്ന ആ ഒരു നിമിഷം, ഈ ഒരു 14 ദിവസത്തിന് ശേഷം എങ്ങനെയായിരിക്കും ആ ഒരു യാത്ര? അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാം. അതിപ്പോ ഡ്രാഗൺ സ്പേസ് ക്യാപ്സ്യൂളിനെ ആദ്യ ഓർബിറ്റിൽ വിട്ടിട്ടേ ഉള്ളൂ ഫാൽക്കൺ. ഏകദേശം 200/350 കിലോമീറ്ററുള്ള ഇന്റർമീഡിയറ്റ് ഓർബിറ്റാണ്. ഇവിടുന്ന് 400 കിലോമീറ്റർ അകലത്തിലുള്ള സ്പേസ് സ്റ്റേഷൻ ഓർബിറ്റിലേക്ക് ക്രമമായി ഉയർത്തണം. അതിന് ഡ്രാക്കോ എഞ്ചിൻസ് ഫയർ ചെയ്തിട്ട് അത് ക്രമമായിട്ട് ഉയർത്തി രണ്ടിൻ്റെയും വേഗത ഏകദേശം ഒരുപോലെ ആക്കി അടുത്ത് വരണം. എന്നിട്ട് ഡോക്ക് ചെയ്യാൻ പറ്റൂ. ഡോക്കിംഗ് എന്നുള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഓപ്പറേഷനാണ്. പക്ഷേ ഇപ്പം ഡ്രാഗണൊക്കെ ഒത്തിരി തവണ ചെയ്തിട്ട് അതിൻ്റെ ടെക്നോളജി വെൽ ഡെവലപ്ഡ് ആണ്. അതായത് അത് വളരെ ഇൻവോൾവാന്ന് പറയാൻ കാര്യം, ഇത് രണ്ടും തമ്മിൽ ചേരുന്ന ആ വേഗത വളരെയധികം കൺട്രോൾ ചെയ്യണം. ഒരു താഴത്തെ ഓർബിറ്റിന് മുകളിലത്തെ ഓർബിറ്റിലേക്ക് പതുക്കെ മൂവ് ചെയ്യണം. എന്നിട്ട് ഈ വെലോസിറ്റി കൺട്രോൾ ചെയ്ത് ഈ വളരെ ദൂരെ നിന്ന് സെൻസ് ചെയ്തിട്ട് ലോങ് ഡിസ്റ്റൻസ് സെൻസർ ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ഷോർട്ട് ഡിസ്റ്റൻസ് സെൻസർ വരണം. പിന്നെ ഡോക്കിംഗ് മെക്കാനിസം പതിയെ എൻ്റർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എൻ്റർ ചെയ്തിട്ട് ലാച്ച് ചെയ്യണം. ലാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഏരിയ സീൽ ചെയ്തിട്ട് രണ്ട് വശവും തുറന്നിട്ട് ഈ ആസ്ട്രോനോട്സിന് ഈ നമ്മുടെ ഡ്രാഗണിൽ നിന്ന് സ്പേസ് സ്റ്റേഷനിലേക്ക് മാറാൻ പറ്റും. അത് വളരെ ക്രിട്ടിക്കൽ ഓപ്പറേഷനാണ്. പക്ഷേ ഒത്തിരി തവണ ഇത് ചെയ്തതുകൊണ്ട് അവർക്ക് നല്ല പരിചയമുണ്ട്. അതിന് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് സക്സസ് ആവുന്നതും പൂർണ്ണ ഉറപ്പുള്ളതാണ്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള ദൗത്യം എന്ന് പറയുന്നത് ഈ എക്സ്പെരിമെന്റ് ആണ്. എക്സ്പെരിമെന്റ് ഇപ്പൊ തന്നെ ഒരു സീറോ ഗ്രാവിറ്റിയിലാണ്. സ്പേസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴേക്ക് സ്പേസ് സ്റ്റേഷന്റെ അകത്ത് എല്ലാവിധ ഭൂമിയിലെ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഒരു 1 atmosphere പ്രഷർ, ഓക്സിജൻ 21% ഓക്സിജൻ, ആവശ്യമുള്ള ടെമ്പറേച്ചർ 24 ഡിഗ്രി സെന്റിഗ്രേഡ്, ഹ്യൂമിഡിറ്റി, ഇതെല്ലാം കൺട്രോൾ ചെയ്തിട്ടുണ്ട്. റേഡിയേഷൻ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. വെളിയിൽ നിന്ന് റേഡിയേഷൻ ഒന്നും അടിക്കാത്തോട് വരത്തില്ല. അപ്പൊ അങ്ങനെ എല്ലാം ചെയ്ത് പിന്നെ ആകെ അവർക്ക് ഇല്ലാത്ത ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റി നമ്മുടെ സീറോ ഗ്രാവിറ്റിയിലാണ് പൂർണ്ണമായിട്ട് അവർ നിൽക്കുന്നത്. അപ്പം ഭാരമില്ലാത്ത അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിൻ്റെതായുള്ള തുടക്കത്തിലെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അവർ വെൽ ട്രെയിൻഡ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. ഭൂമിയിൽ തന്നെ കുറെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ സീറോ ഗ്രാവിറ്റിയൊക്കെ പരാബോളിക് ഫ്ലൈറ്റ് കൂടെയൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഓർബിറ്റില് ഇപ്പം ഈ ഭാരമില്ലായ്മയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സ്പേസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ സ്പേസ് സ്റ്റേഷനിൽ ഒരു പ്രാവശ്യം ചുറ്റാൻ 1.5 മണിക്കൂർ മതി. 400 കിലോമീറ്ററിൽ 1.5 മണിക്കൂറിലേക്കാണ് കറങ്ങി വരുന്നത്. അപ്പം സൂര്യൻ തന്നെ ഉദിക്കുകയും അസ്തമിക്കുകയും 1.5 ദിവസം, ദിവസത്തിന് 1.5 മണിക്കൂറിന്റെ 1.5 മണിക്കൂറിന്റെ നീളമേ ഉള്ളൂ. ഐ എം സോറി, 1.5 മണിക്കൂറാണ് ഒരു ഓർബിറ്റിന് വേണ്ട സമയം. അപ്പം ഒരു ദിവസം 1.5 മണിക്കൂറാണ് ദൈർഘ്യമുള്ളത്. അപ്പൊ അവർക്ക് അത് പ്രശ്നം വരാതിരിക്കാൻ ലൈറ്റിങ്ങിന്റെ കൺട്രോൾ ചെയ്തിട്ട് രാത്രിയും പകലും കൺട്രോൾ ചെയ്യുക, അതൊക്കെ എൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചെടി വളർത്താനൊക്കെ വേണ്ടിയുള്ള സാഹചര്യങ്ങളും അതിനകത്ത് വെള്ളം ഇതൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ വേസ്റ്റ് മാനേജ് ചെയ്യുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്ത് ഈ പരീക്ഷണങ്ങളൊക്കെ സീറോ ഗ്രാവിറ്റി വിജയകരമായി ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് മടക്കം ഇതുപോലെ ഡീഡോക്ക് ചെയ്തിട്ട് ആദ്യം ഈ 400 കിലോമീറ്ററിൽ നിന്നവർക്ക് റീഎൻട്രി ചെയ്യണം. റീഎൻട്രി ആദ്യം ഡീബൂസ്റ്റ് ചെയ്യണം, വെലോസിറ്റി കുറയ്ക്കണം. വെലോസിറ്റി കുറച്ചാൽ താഴെ ഭൂമിയിലേക്ക് വരാൻ പറ്റൂ. നമ്മുടെ SRE സമയത്ത് ഇതിന് നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് ആദ്യം ഡീബൂസ്റ്റ് ചെയ്ത് വെലോസിറ്റി കുറച്ച് അന്തരീക്ഷത്തിൽ ഇറങ്ങുക, സാധ്യമായ ലോവർ ആംഗിൾ ഇറങ്ങുക. വരുന്ന വഴിക്ക് ഭയങ്കര ചൂടായിരിക്കും. ഏകദേശം ഓർബിറ്റ് വെലോസിറ്റി ഒരു 8 km/s പേടകം സീറോയിൽ കൊണ്ട് എത്തിക്കണം. അത്രയും എനർജി നമുക്ക് ചുറ്റും വിതരണം ചെയ്ത് കൊടുക്കണം. അതായത് ആ ക്യാപ്സ്യൂളിന്റെ ചുട്ടുപഴുക്കും അത്. അപ്പോൾ ആ ഹീറ്റിങ്ങില് താഴോട്ട് വരും. ആ ഹീറ്റിങ് അകത്തോട്ട് പോകാതിരിക്കാനുള്ള എല്ലാ ഇൻസുലേഷനും ഉണ്ട്. മാത്രമല്ല ഇവർ വരുന്ന വഴിക്ക് കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് ഉണ്ടാവും. കാരണം ഇതിന്റെ ഫ്രണ്ടില് പ്ലാസ്മ ഫോം ചെയ്തിട്ട് ഭൂമിയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവർക്ക് നഷ്ടപ്പെടും. പക്ഷെ അതിനുവേണ്ടി ഇപ്പോൾ പുതിയൊരു സാറ്റലൈറ്റ് ഉണ്ടായിട്ടുണ്ട്. IRD റിലേ സാറ്റലൈറ്റ് വിട്ടിട്ടുണ്ട്. അപ്പം അതിന്റെ പിറകുവശത്ത് കൂടെ നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഗ്രൗണ്ടിലേക്ക് വരാൻ പറ്റും. ഈ ഫ്രണ്ടില് കമ്മ്യൂണിക്കേഷൻ ഭൂമിയിലേക്ക് ഫേസ് ചെയ്യുന്ന സ്ഥലത്ത് കുറവാണെങ്കിലും ബാക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ ഡേറ്റ താഴെ എത്താനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇങ്ങനെ ഞാൻ പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ടും ഇത് ഫേസ് ചെയ്യും. അത് കഴിഞ്ഞ് ഈ വളരെ ഡീസലറേഷൻ ആണ് വരുന്നത്. ഒരു 8-9G ഡീസലറേഷൻ ഫേസ് ചെയ്യും. പക്ഷെ മാൻഡ് മിഷനിലൊക്കെ അത് ലിഫ്റ്റിംഗ് വെഹിക്കിൾ വെച്ചിട്ട് 4Gക്ക് താഴെ ഡീസലറേഷൻ വരത്തുള്ളൂ. അപ്പോൾ അത് അവർക്ക് താങ്ങാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ ഫൈനലി അറ്റ്മോസ്ഫിയർ കയറി കഴിഞ്ഞാൽ പാരച്യൂട്ട് എല്ലാം വിടർത്തിയിട്ട് സ്പീഡ് പിന്നെയും കുറയ്ക്കണം. അത് പല സ്റ്റേജിലായിട്ടാണ് പെടുന്നത്. അത് കഴിഞ്ഞ് ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യുന്നത്, വെള്ളത്തിൽ ലാൻഡ് ചെയ്യുന്നത്.
അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ആ ഫ്ലോട്ടേഷനിൽ ആ ആദ്യ സിഗ്നലും വരും എവിടെ അവിടെ കിടക്കുന്നുള്ളത്. അതിലേക്ക് കപ്പലുകൾ പോയിട്ട് ഇവർ ബോട്ടിൽ പോയിട്ട് റിക്കവർ ചെയ്ത് കൊണ്ടുവരും. ഇതാണ് ടോട്ടൽ പ്രോസസ് നടക്കാൻ പോകുന്നത്. എന്നിട്ട് അവർക്ക് തിരിച്ച് വന്ന ശേഷം അവർക്ക് ഈ സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് 1 ഗ്രാവിറ്റിയിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു മാറ്റത്തിന് വേണ്ടി അവർക്ക് ചെറിയ ഒരു 3-4 ദിവസം അവരെ മാറ്റി നിർത്തിയേക്കും, അത് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാനായിട്ട്. അത് കിട്ടിക്കഴിയുമ്പോഴേക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ച് വരാൻ പറ്റും അവർക്ക്. ഇത് ഇത്രയും പ്രക്രിയ വളരെ ഇൻവോൾവും കോംപ്ലക്സുമാണ്. പക്ഷേ വളരെയധികം ഇതിന് പരിചയവും ഉള്ള ഏജൻസികളാണ് സ്പേസ് എക്സും നാസായും ഒക്കെ. അതുകൊണ്ട് എനിക്ക് വളരെ വിശ്വാസമുണ്ട്, ശുഭാപ്തികരമായിട്ട് തന്നെ പര്യവസാനിക്കുന്ന ശുഭവിശ്വാസമുണ്ട്.